ഫാഷനബിൾ ആണോ? എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് കരിയർ ആക്കിക്കൂടെ? എന്നാൽ വേറെ എവിടെയും പോകണ്ട. സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയം മുതൽ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് വരെ ഷൊർണൂർ നഗരസഭയിൽ CJP അവിശുദ്ധ കൂട്ടുകെട്ട് നടന്നെന്ന് ആരോപിച്ച് കോൺഗ്രസ്. ഷൊർണൂർ നഗരസഭയിൽ CJP അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിച്ച കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ BJPയും CPMഉം ഒത്തുകളിച്ചെന്നാണ് ആരോപണം. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM അംഗങ്ങളെ ഒഴിവാക്കി അത് BJPക്ക് നൽകുകയും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJP അംഗങ്ങൾ ഒഴിവായി CPMന് നൽകുകയും ചെയ്തത് CJP കൂട്ടുകെട്ട് തുറന്നു കാണിക്കുകയാണെന്നാണ് കോൺഗ്രസ് കൗൺസിലർ കൃഷ്ണകുമാർ ആരോപിച്ചത്. തെരഞ്ഞെടുപ്പ് സമയം മുതൽ ഈ കൂട്ടുകെട്ട് സജീവമായിരുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. നടന്നിട്ടുള്ളത് ഷൊർണൂർ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പൂർണ്ണമായും ഭരണകക്ഷിയായ CPMൻ്റെ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അത് BJPക്ക് നൽകുകയും അതിന് പ്രത്യുപകാരമായി പൊതുമരാമത്ത് കമ്മിറ്റിയിൽ പൂർണ്ണമായും BJPയുടെ അംഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അത് CPMന് നൽകുകയും ചെയ്തതിൻ്റെ പരിണിതഫലമായി BJPക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടുകയും അങ്ങനെയുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഷൊർണൂർ നഗരസഭയിൽ വരികയും ചെയ്തു. ഇത് കഴിഞ്ഞ നഗരസഭ തെരഞ്ഞെടുപ്പ് മുതലേ ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. CPMൽ നിന്ന് വിട്ട് വിമതയായി മത്സരിച്ച് ജയിച്ച ജനപ്രതിനിധിയെ കൂട്ടി ഭരണം നടത്തേണ്ടി വന്നത് CPMന്റെ ഗതികേടാണെന്നും BJP CPM കൂട്ടുകെട്ട് ഷൊർണൂരിൽ പരസ്യമായതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു വിമതയായി നിന്ന സ്ഥാനാർത്ഥിയെ കൂട്ടിയാണ് CPM ഇവിടെ ഭരണം നടത്തുന്നത്. വിമത എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം ഇലക്ഷനിൽ CPMനോട് തെറ്റി വിമത സ്ഥാനാർത്ഥിയായി തന്നെ തികച്ചും സ്വതന്ത്രയായി മത്സരിച്ച സ്ഥാനാർത്ഥിയെ കൂട്ടി ഇവിടെ ഭരണം നടത്തേണ്ട ഒരു ഗതികേട് ഷൊർണൂരിലെ CPMന് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന വസ്തുത. കഴിഞ്ഞ തവണ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു കൃഷ്ണകുമാർ. ഇക്കുറി BJP സ്ഥിരം സമിതി കയ്യേറിയതോടെ UDFന് ആകെ ഉണ്ടായിരുന്ന സ്ഥിരം സമിതിയും നഷ്ടമായി.